Hello dear students, welcome to the 8th lecture of the redemption of the debentures. In this lecture, we are going to discuss the another pattern of the problem, that means redemption of the debentures in the form of the out of the profit. This another source of the debenture is a redemption of the debenture out of the profit. Here we are discussing the problem relating with the redemption of the debentures in the form of the profit. Okay. So before that, just familiarizing the journal entry. What are the entries regarding the redemption of the debentures in the form of the profit or the redemption out of the profit? Okay, the first entry, the companies are issuing the debentures. Normally the same entry at par, the bank account at debentures. At a premium, the bank account at to debenture security premium account. At discount, bank account at a discount on issue account at to the debentures. These are the entries regarding the companies are issuing a debentures. And after that, so one of the important element is here there's investment made on before 30th of April. There's the first important element of the entry regarding the redemption out of the profit. That means debenture redemption investment accounted to the bank. That 15% amount, നമ്മൾ ഡിബഞ്ചറിന്റെ 15% amount നമ്മൾ എവിടേക്ക് മാറ്റിയിരിക്കണം? റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിരിക്കണം. That's second entry. That's redemption investment account to the bank. That's 15% of investment has been created. അത് ഡിബഞ്ചറിന്റെ 15% എവിടേക്ക് മാറ്റിയിരിക്കണം? ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചറിന്റെ 15% നമ്മൾ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിരിക്കണം. Then being the investment is encashed, the bank account to the redemption investment account. The third entry, the bank account to the redemption investment account. And another one is creation of debenture redemption reserve. Debenture redemption reserves create ചെയ്യണം. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക, രണ്ട് കാര്യമാണ്. നിങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഒന്നെങ്കിൽ 25% മാറ്റണം. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ 25% ശരിക്കും ആ ഡിബഞ്ചറിന്റെ 25% എവിടേക്ക് മാറ്റണം? DRRലേക്ക് മാറ്റണം. ഏതെങ്കിലും കമ്പനി DRR ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ, ഓൾറെഡി കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവർ 100% മാറ്റണം. അപ്പോൾ ഡിബഞ്ചേഴ്സ് റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 100%, ചെയ്യാത്ത 25% എവിടേക്ക് മാറ്റുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ടത്. സെക്യൂരിറ്റി ഓർ സർപ്ലസ് ഓർ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. That's the fourth entry. And fifth entry, journal entry for the payment of the interest. As interest on debenture account to the bank account. Interest on debenture investment account to the bank account. That's the fifth entry regarding the payment of it. Interest വരുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ലോൺ ഡിബഞ്ചറിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ മാത്രമേ ഈ എൻട്രികൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. ദാറ്റ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ദ ബാങ്ക്. ആൻഡ് ദ സിക്സ്ത് വൺ, റിയലൈസേഷൻ ഓഫ് ദ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് കൂടെ അത് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. ഇഫ് ദർ ഇസ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് എൻട്രിനെ കുറിച്ച് സ്പെസിഫൈ ആവശ്യമുള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബീങ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം, ഇനി അത് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ദ സർപ്ലസ്. ഇൻട്രസ്റ്റ് ഇൻകം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രിയാണ്. ദെൻ ഇൻട്രസ്റ്റ് ഡ്യൂ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അത് ഡ്യൂ ആവുന്നുണ്ടെങ്കിൽ എൻട്രി. ദെൻ അടുത്ത എൻട്രി ഈസ് ഇൻട്രസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ദ ഇൻട്രസ്റ്റ്. ദെൻ കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് TDS കളക്ടഡ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇത് എപ്പോഴെങ്കിലും ഒരു ബാങ്ക് അവരുടെ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന എൻട്രിയാണ്. ആൻഡ് ദ ലാസ്റ്റ് എൻട്രി ഓൺ റിഡംഷൻ ഓഫ് ദ ഡിബഞ്ചർ. റിഡംഷൻ ഡിബഞ്ചർ നേരത്തെ പാറിലായിരിക്കും, പ്രീമിയത്തിലായിരിക്കും. പാറിലാണെങ്കിൽ സെയിം എൻട്രി, ഒരു ഒറ്റ എൻട്രി വരുന്നത്. പ്രീമിയത്തിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് premium redemption to debenture holders account. The secondary to security premium or the debenture account to the premium redemption. നേരത്തെ പഠിച്ച അതേ എൻട്രികൾ തന്നെയാണ്. Then payment കൊടുക്കുമ്പോൾ debenture holders account to the bank. The last entry is DR close ചെയ്യണം. That's the debenture redemption reserve account to the central reserve. These are 13. ഈ 13 എൻട്രികളാണ് നമുക്ക് എവിടെ ആവശ്യമായിട്ട് വരുന്നത്? റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റിൽ ആവശ്യമായിട്ട് വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഇവിടെ വരെ തേർഡ് എൻട്രി വരെ കമ്പൽസറി ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. ഫോർത്ത് എൻട്രി വരെ നമുക്ക് കമ്പൽസറി ആയിട്ട് ആവശ്യം വരും. നാലാമത്തെ എൻട്രി വരെ നമുക്ക് എന്തായാലും ഫോളോ ചെയ്യേണ്ടി വരും. 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം ഒക്കെ ആവശ്യം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ വരുമ്പോൾ മാത്രമേ ഈ എൻട്രിനെ കുറിച്ച്
നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരും. അതായത് നമുക്ക് ഒരു 4ാമത്തെ എൻട്രി വരെ എന്തായാലും കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ദെൻ 5ാമത്തെ എൻട്രിയും 6ാമത്തെ എൻട്രിയും 7ാമത്തെയും 8ഉം 9ഉം 10ഉം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഴുതേണ്ടതായിട്ട് വരുള്ളൂ. ആവശ്യമില്ലാണ്ടത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ്സ് എ വെരി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോജിക് ഓഫ് ദ റിഡംഷൻ ഓഫ് ദ പ്രോഫിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എൻട്രി എഴുതാം. അതർവൈസ് നിങ്ങൾ ചെയ്യുന്നത് ആ ഡിബഞ്ചറിൻ്റെ ഫസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റണം. എത്ര എമൗണ്ട് മാറ്റണം? 15% കമ്പൽസറി ആക്കി നിങ്ങൾ മാറ്റിയിരിക്കണം. ദെൻ അതിനുശേഷം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഓൾറെഡി മീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തായി 100% മാറ്റണം. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ 25% അതിലേക്ക് മാറ്റേണ്ടതായിട്ട് വരാം. ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോജിക് റിഗാർഡിംഗ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് let's move to the first problem. RJ company issued 10,000 12% debentures of rupees 100 each. RJ company issued the 10,000 12% debenture rupees 100 each at par. They're issuing the debentures at par, and they are going to redeem this debenture after 3 years. They are going to redeem redemption after 3 years. Then past to record the issue and the redemption of the debentures. ഇവിടെ ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഡിബഞ്ചർ 3 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുക അതൊരു പാറിലാണ്. ദെൻ 3 വർഷം കഴിയുമ്പോൾ റിഡംഷനാണ് പോകുന്നത്. ആ റിഡംഷൻ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് പാറിലാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിഡംഷൻ എന്ന് പറയുന്നില്ലെങ്കിൽ can assume is the redemption of the out of the profit. നമ്മൾ assume ചെയ്യേണ്ടത് redemption out of profit ആയിട്ടാണ്. ഓക്കെ, സോ the debentures are redeem after 3 years. നമ്മൾ പറഞ്ഞു 3 വർഷം ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നു. നോട്ട് മെൻഷൻഡ് എനി മെത്തേഡ്, ഒരു മെത്തേഡ് എങ്ങനെയാണ് റിഡീം ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ assume the redemption out of the profit. Then the amount required for the redemption, നമുക്ക് redemption എത്ര എമൗണ്ട് ആവശ്യമായിട്ട് വരും? That means 10,000 12% debenture, 10,000 into 100, that's 10,000 into 100 is 10 lakhs ആണ് റിഡംഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട്. ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്യണത് ഈ ഡിബഞ്ചറിനെയാണ് റിഡീം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 10,000 into 100 അറ്റ് പാറിലാണ്. അപ്പോൾ നോർമലി വേറെ പ്രീമിയത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 10,000 into 100 ഇസ് 10 lakh ആണ് നമുക്ക് റിഡംഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് പോകണം. ഫസ്റ്റ് എൻട്രി, കമ്പനീസ് ആർ ഇഷ്യൂവിംഗ് ദ ഡിബഞ്ചേഴ്സ്. They issue the debentures. The bank account at 12% debentures. പാറിലാണ്. The first entry the bank account to the 12% debentures. Listen, the companies are issuing the debentures at par. But at par lana parayanathu bank account to debentures. So here there is a bank account debtor to the debentures. Okay, that's the first entry. Then the second entry, investment create ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു one of the important element is investment creation ആണ്. Investment create 15% ഡിബഞ്ചറിനെ മാറ്റണം. ഡിബഞ്ചറിൻ്റെ 15% ആണ്. സോ നോർമലി ഇറ്റ് ഈസ് 15% ഓഫ് ദ ഡിബഞ്ചേഴ്സ്. 1 lakh ആണ് 10 lakh ആണ് ഡിബഞ്ചറിൻ്റെ കോസ്റ്റ്. 10 lakh into 15% is 1,50,000. There's a debenture investment account to the bank account. It's a 1,50,000 because there is a clause as per the 1870 പറയുന്നുണ്ട് ഡിബഞ്ചറിൻ്റെ 15% ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. The debenture redemption investment account to the bank. Okay, then the third entry is being investment is encash, bank account to the debenture redemption investment. So there is a bank account debt to the debenture redemption investment 1,50,000, same amount 1,50,000. ഇനി നാലാമത്തെ എൻട്രി ആണ് റിസർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. DRRന്റെ ക്രിയേഷൻ നോക്കി എന്നെ കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് DRRന്റെ ക്രിയേഷൻസ്. ദാറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ സർപ്ലസ് അക്കൗണ്ട് ഓർ P&L അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓഫ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. 25% amount debenture issued to be transferred to DRR. 25% മാറ്റം എന്നാണ് റൂൾ പറയുക ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ ഡിബഞ്ചേഴ്സ്. ഏതെങ്കിലും കമ്പനി ദർ മെയിൻറ്റെയിനിങ് ദ ഡിബഞ്ചർ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ 100% മാറ്റിയിരിക്കണം. അപ്പോൾ ഇവിടെ കമ്പനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ക്വസ്റ്റിൻ്റെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറിച്ച് ഒന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത് 25% മാത്രം മാറ്റിയാൽ മതി. സോ ട്രാൻസ്ഫർ 25% ഓഫ് ഡിബഞ്ചർ. 10 lakh ആണ് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ കോസ്റ്റ്. 10 lakhന്റെ 25% 2,50,000. 2,50,000 ആണ് നമ്മൾ എവിടേക്ക് മാറ്റുന്നത്? DRRലേക്ക് മാറ്റുന്നത്. സർപ്ലസ് ആണ് ഏറ്റവും കൂടുതൽ എഴുതുക. സർപ്ലസ് ഓർ P&L അപ്രോപ്രിയേഷൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക സർപ്ലസിനാണ്.
കാരണം ആ ക്ലോസ് പറഞ്ഞ 25% amount of the debenture issued to the debenture redemption reserve before the commencement of the redemption of the debentures. The company have already maintained the debenture redemption reserve for their operations. Such case 100% reserve transfer DR. ഇവിടെ ഒരിക്കലും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 25% മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള എൻട്രീസ് 5 തൊട്ട് 10 വരെ എൻട്രീസ് ആവശ്യത്തിന് മാത്രം. ഇൻട്രസ്റ്റിനെ കുറിച്ച് എവിടെയെങ്കിലും ക്വസ്റ്റ് പറഞ്ഞിട്ട് ഇവിടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് സ്പെസിഫൈ ആണെങ്കിൽ മാത്രം എൻട്രീസ് സ്പെസിഫൈ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സോ 5th എൻട്രി ഈസ് നോട്ട് നെസസറി. ജേണൽ എൻട്രി ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ദെൻ 6th എൻട്രി ഈസ് നോട്ട് നെസസറി. റിയലൈസേഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറയുന്നില്ല, ഇൻട്രസ്റ്റും പറയുന്നില്ല. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഡ്യൂ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇൻട്രസ്റ്റ് ഇവിടെ വന്നിട്ടില്ല. ദെൻ ഇൻട്രസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട കേസിനെ കുറിച്ച് ഒന്നും ആവശ്യമില്ല, കാരണം ഇവിടെ ഇൻട്രസ്റ്റ് എന്ന കൺസെപ്റ്റേ വന്നിട്ടില്ല. ദെൻ ഫിക്സഡ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എൻട്രി നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യമുള്ള എൻട്രീസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ദ ഫസ്റ്റ് എൻട്രി ദർ ഇഷ്യൂയിങ് ദ ഡിബഞ്ചേഴ്സ്, ദ ബാങ്ക് അക്കൗണ്ട് അറ്റ് 12% ഡിബഞ്ചർ 10 lakh. അതിനുശേഷം അത് എപ്പോഴും കമ്പൽസറി ആണ് 15% മാറ്റിയിരിക്കണം. എവിടേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിരിക്കണം. സോ 15% 1,50,000 നമ്മൾ മാറ്റി, അത് ക്യാഷ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ദെൻ DRL ക്രിയേറ്റ് ചെയ്യുന്നു. DRL ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സർപ്ലസ് അക്കൗണ്ട് അറ്റ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണ്. നോമിനി 25% മാറ്റേണ്ടത്, 25% മാറ്റിയിരിക്കണം. ഡിബഞ്ചറിന് 25% എവിടേക്ക് മാറ്റിയിരിക്കണം? DRRലേക്ക് നമ്മൾ മാറ്റിയിരിക്കണം. ഏതൊരു കമ്പനി റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ 100% മാറ്റിയിരിക്കണം. ഇവിടെ കമ്പനി റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ 25% മാത്രം അവിടേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, 5 തൊട്ടുള്ള എൻട്രീസ് ആവശ്യമായപ്പോൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് ക്വസ്റ്റിന് പറയുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും ഇതിൽ പറയുന്നില്ല. ഇൻട്രസ്റ്റ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഒരിക്കലും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തായി ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ എൻട്രീസ് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇൻകംസ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ദെൻ റിഡംഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ലാസ്റ്റ് എൻട്രി റിഡംഷൻ ആണ്. ദ റിഡീം ദ ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ 3 years പാറിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ തന്നിട്ടില്ലെങ്കിൽ പാറായിട്ട് അസ്യൂം ചെയ്യും. സോ എൻട്രീസ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ദ ഡിബഞ്ചർ ഹോൾഡർ 12% ഡിബഞ്ചർ ഹോൾഡറാണ്. 12% ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. 12% ഡിബഞ്ചേഴ്സ് ആണ് റിഡീം ചെയ്യുന്നത്. So that is a 12% debentures. 12% debenture account at the debenture holders. Amount is നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 10 lakh ആണ് അതിൻ്റെ എമൗണ്ട് ആവശ്യമായിട്ട് വരണത്. ഓക്കെ, ദെൻ ദ പേയ്മെന്റ് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെറ്റിൽ ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 10 lakh തന്നെയാണ് സെറ്റ് ചെയ്യുമ്പോൾ ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ട് ദ ബാങ്ക് ഇറ്റ്സ് 10 lakh ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, ദ ലാസ്റ്റ് ഉണ്ട് ക്ലോസിംഗ് ഓഫ് DR. ഈ DRR ക്ലോസ് ചെയ്യണം. DR എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ട് DRR ആണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവിന് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ 2,50,000 ആണ് ഇവിടെ എടുക്കുന്ന എമൗണ്ട്. 2,50,000 ഇതാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരാം. സോ ദ എമൗണ്ട് ഈസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇട്ട് ദ ജനറൽ റിസർവ് 2,50,000. അത് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ DRR ആണ് ഇവിടുത്തെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് കളയണത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇട്ട് ദ ജനറൽ റിസർവ് 2,50,000. ഓക്കെ, ദാറ്റ് ഈസ് എൻട്രീസ് ആസ് പാർട്ട് ഓഫ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. ഓക്കെ, then the second question. As Limited desired to redeem 1,012% debenture rupees 100 each. The debentures were redeemed purely out of the profit. The company has already made debenture redemption reserve in its book. Past journal entries in the book of the company. ഇവിടെ എസ് ലിമിറ്റഡ് റിഡീം ചെയ്യാൻ പോകേണ്ട ഡിബഞ്ചേഴ്സ് ഇഷ്യൂവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, റിഡംഷനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നോർമലി എത്രയാണ് ഡിബഞ്ചർ റിഡീം ചെയ്യുക? 1,012% ഡിബഞ്ചേഴ്സ് rupees 100 each. ദാറ്റ് മീൻസ് 1 lakh rupees അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 1,000 into 100 1 lakh. ദ ഡിബഞ്ചേഴ്സ് റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ് റിഡംഷൻ. റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ പ്രോഫിറ്റ് ആണ്. ദ കമ്പനി മെയിൻറ്റെയിൻസ് റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു പറയുന്നത്. കമ്പനി ഹാസ് ഓൾറെഡി മെയ്ഡ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻ ഇറ്റ്സ് ബുക്ക്. പാസ്റ്റ് നെസസറി ജേണൽ എൻട്രി. ഇതാണ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം 12% ഡിബഞ്ചേഴ്സ് ആണ് റിഡീം ചെയ്യുന്നത്. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇതിൽ പറഞ്ഞ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇതിന് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1,000 into 100 is 1 lakh is എമൗണ്ട്. ദ കമ്പനി ഈസ് ഓൾറെഡി മെയിൻറ്റെയിൻ ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഓൾറെഡി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് വരും? ഓക്കെ, ദ ഫസ്റ്റ് എൻട്രി ദ കമ്പനീസ് ഇഷ്യൂ ദ ഡിബഞ്ചേഴ്സ്. ഇഷ്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദ കമ്പനി റിഡീം ദ ഡിബഞ്ചേഴ്സ്. ഇവിടെ റിഡീം ദ ഡിബഞ്ചേഴ്സ് പറയുന്നുണ്ട്. റിഡംഷൻ പ്രീമിയത്തിലാണോ പാറിലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല അസ്യൂം ചെയ്ത പാറിനാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ എൻട്രി എഴുതാം. സോറി, അതിപ്പോൾ എഴുതണ്ട, പിന്നീട് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി നമ്മൾ എപ്പോഴും പറയും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഇഷ്യൂവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ അനദർ സെക്കൻഡ് എൻട്രി ഈസ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഓൺ ബിഫോർ 13th.
ഇപ്പോൾ നമുക്കറിയാം 1 ലാഖിൻ്റെ 15% ആണ്. 1 ലാഖിൻ്റെ 15% 15,000 ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റേണ്ടതായിട്ട് അറിയാം. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ട് ദ ബാങ്ക് 15,000 ആണ്. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് എൻട്രി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഡിബഞ്ചറിൻ്റെ 15% എവിടേക്ക് മാറ്റിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ചെയ്യുമ്പോൾ സെയിം എൻട്രി ദ ബാങ്ക് അക്കൗണ്ട് അറ്റ് ദ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് 15,000 സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് വരാം. അപ്പോൾ സെക്കൻഡ് എൻട്രി ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ടോട്ടൽ ഡിബഞ്ചറിൻ്റെ ഒരു 15% കമ്പനീസ് ആക്ടിൽ കമ്പൽസറി പറയുന്നുണ്ട് 15% അവിടെ മാറ്റിയിരിക്കണം. 1 ലാഖിൻ്റെ 1 ലാഖ് ഈസ് ഡിബഞ്ചറിൻ്റെ വാല്യൂ, അതിൻ്റെ 15% 15,000 ആണ് നമ്മൾ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഇത് 15,000 ആണ്. ഇനി CRR ക്രിയേറ്റ് ചെയ്യണം. CRR ക്രിയേറ്റ് ചെയ്യുന്ന സർപ്ലസ് അക്കൗണ്ട് ഇട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണ്. നമുക്കറിയാം സെയിം എൻട്രി ആണ് വരാം. പക്ഷേ ഇവിടെ കാര്യം ദ കമ്പനി ഹാസ് ഓൾറെഡി മെയിൻഡ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. The company already made the debenture redemption reserve in its operation. Such case 100% reserve transfer debenture. അങ്ങനത്തെ സിറ്റുവേഷൻ 100% എവിടേക്ക് മാറ്റി, ഡിബഞ്ചറിന് 100% എവിടേക്ക് മാറ്റിയിരിക്കണം, റിസർവിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ലാഖ് ആണ്. 1 ലാഖിൻ്റെ 100% നമ്മൾ എവിടേക്ക് മാറ്റിയിരിക്കണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അപ്പോൾ മൊത്തമായ എമൗണ്ട് മൊത്തം അങ്ങോട്ട് മാറ്റിയിരിക്കണം, എവിടേക്ക്, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ കേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തതിന് 25% മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് 100% നമ്മൾ എവിടേക്ക് മാറ്റിയത്, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ മാറ്റി. സർപ്ലസ് അക്കൗണ്ട് ആയിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇസ് 1 ലാഖ്. ഇനി അടുത്ത് നമുക്കറിയാം ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് സ്പെസിഫിക് ആവശ്യമില്ല. 5th എൻട്രി ആവശ്യമില്ല, 6th ആവശ്യമില്ല, 7th ആവശ്യം വരുന്നില്ല, 8th ആവശ്യം വരുന്നില്ല. ഈ എൻട്രികളൊന്നും ആവശ്യമില്ല, കാരണം ഇൻട്രസ്റ്റിനെ കുറിച്ച് ഇവിടെ സ്പെസിഫൈ ചെയ്ത് ഒന്നും പറയുന്നില്ല. ദ 9th എൻട്രി ഓൾസോ ആവശ്യമില്ല. 10th എൻട്രി ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, നമുക്കൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ദെൻ റിഡംഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിഡംഷൻ നടത്തണമെന്ന് പറഞ്ഞു. റിഡംഷൻ ഏത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാറിൽ അസ്യൂം ചെയ്യാം, കാരണം പറഞ്ഞിട്ട് നമ്മൾ പാർന്നാണ് അസ്യൂം ചെയ്യുക. നോർമലി ഇസ് എൻട്രി ഇസ് എ ബാങ്ക് അക്കൗണ്ട്, സോറി ഡിബഞ്ചർ അക്കൗണ്ട് ഇട്ടത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ മറ്റേ എമൗണ്ട് 1 ലാഖ് ആണ് അല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇറ്റ് ഇസ് ഡിബഞ്ചർ അക്കൗണ്ട് ഇട്ടത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എമൗണ്ട് ഇസ് 1 ലാഖ്. ദെൻ അതിൻ്റെ ഡ്യൂ ചെയ്യുമ്പോൾ എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ടത് ബാങ്ക് ഇസ് 1 ലാഖ്. ഇനി DRR ക്ലോസ് ചെയ്തത് ലാസ്റ്റ് എൻട്രി ഇസ് എ ക്ലോസിംഗ് ഓഫ് ദ DRR. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇട്ടത് ജനറൽ റിസർവ്. ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഈ എമൗണ്ട് ആണ് ക്ലോസ് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് ആണ് ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ടത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇട്ടത് ജനറൽ റിസർവ്, ദ എമൗണ്ട് ഈസ് 1 lakh. Okay, these are the important entries regarding the second question. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ പാറ്റേൺ ഓഫ് സ്റ്റൈലാണ്. ദ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എൻട്രീസ് ആണ് എഴുതാം. ഇഷ്യൂ കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രീസ് ആണ്. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ചെയ്യുന്ന എൻട്രീസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 15% കമ്പൽസറി ആണ്. ഡിബഞ്ചറിൻ്റെ 15% നിങ്ങൾ എവിടേക്ക് മാറ്റിയിരിക്കണം, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയിരിക്കണം. ദ തേർഡ് എൻട്രി ആൻഡ് ക്യാഷ് ചെയ്യുന്ന. ഫോർത്ത് എൻട്രി നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി സർപ്ലസ് അക്കൗണ്ട് എടുത്തത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി DRR മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 100% മാറ്റണം. നിങ്ങൾ DRR മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ 25% മാത്രം മാറ്റിയാൽ മതി. ഒരു കമ്പനി 25% ശരിക്കും അവിടേക്ക് മാറ്റേണ്ടത്. ഈ നോർമലി DRR മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ദ കമ്പനി DRR മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 100% എവിടേക്ക് മാറ്റിയിരിക്കണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. ഈ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് ദ കമ്പനി ഹാവ് ഓൾറെഡി മെയ്ഡ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ 100% എവിടേക്ക് മാറ്റിയിരിക്കണം, DRRലേക്ക് മാറ്റിയിരിക്കണം. ഏതിൻ്റെ, ഡിബഞ്ചറിൻ്റെ 100%. ഡിബഞ്ചറിൻ്റെ വാല്യൂ 1 ലാഖ് ആണ്. 1 ലാഖാണ് 100% മാറ്റി ഇസ് 1 ലാഖ്. ഇനി 5 തൊട്ട് 9 വരെ എൻട്രി ഇൻട്രസ്റ്റ് മാറില്ല. ഇൻട്രസ്റ്റിനെ കുറിച്ച് എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്താൽ മാത്രമേ എൻട്രിനെ കുറിച്ച് എഴുതേണ്ട ആവശ്യം വരുന്നുള്ളൂ. 10th എൻട്രി ബാങ്കിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചുള്ളതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 10th എൻട്രി ചെയ്ത് തരും. ദെൻ 11th എൻട്രി റിഡംഷൻ നടത്തുന്നു. റിഡംഷൻ പറഞ്ഞിട്ട് നമ്മൾ പാർല അസ്യൂം ചെയ്യുന്നു. ദെൻ പേയ്മെൻറ്റ് കൊടുക്കുന്നു. DRR ക്ലോസ് ചെയ്യുന്നു. DRR ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി നമുക്കറിയാം അത് ജനറൽ റിസർവിലേക്കാണ് മാറ്റുക. ആ ഫിഗർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദറ്റ് ഈസ് 1 ലാഖ്. ആ ഫോർത്ത് എൻട്രിയിലെ എമൗണ്ട് എടുക്കുന്നുണ്ടായിരിക്കും. ദറ്റ് ഈസ് 1 ലാഖ്. Okay, let me conclude. The first we discuss what are the journal entries. Journal entry regarding the redemption of the debentures out of the profit. The first entry is when the companies are issuing the debentures. Company debenture issue at par, at premium, at discount. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിബഞ്ചറിൻ്റെ 15% പ്രോഫിറ്റിലാണെങ്കിൽ 15% എവിടേക്ക് മാറ്റിയിരിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയിരിക്കണം. ആസ് പെർ കമ്പൽസറി ആണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നത്. പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എൻകാഷ് ചെയ്ത് കളയണം. ദെൻ തേർഡ് വൺ DRR ക്രിയേറ്റ് ചെയ്യണം. അത് സർപ്ലസ് P&L അപ്രോപ്രിയേഷൻ ആണോ എന്ത് ചെയ്യുക, DRR ക്രിയേറ്റ് ചെയ്യുക. DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം
നിങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ 25% മാറ്റിയാൽ മതി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ചെയ്യണം? 100% എവിടെയാക്കി മാറ്റിയിരിക്കണം? നിങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. 5th എൻട്രി ഇൻട്രസ്റ്റ് റിലേറ്റീവ് എൻട്രിയാണ്. ദെൻ 6th എൻട്രിയും ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റും റിലേറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. ദെൻ 7th എൻട്രി ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റാണ്. ദെൻ 8th എൻട്രി ഇൻട്രസ്റ്റും റിലേറ്റ് ചെയ്താണ്. പിന്നെ ഇൻട്രസ്റ്റും റിലേറ്റ് ചെയ്യുന്ന എൻട്രിയാണ് 10th വരെ വരുന്നത്, 9th വരെ വരുന്നത്. ദെൻ 10th എൻട്രി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഡെപ്പോസിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. ഓക്കെ, ദ ബാങ്ക് അക്കൗണ്ട് അറ്റ് TDS കളക്ട് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ടു ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സ്. ദെൻ 11th എൻട്രി റിഡംഷൻ എൻട്രിയാണ് അറ്റ് പാർ അറ്റ് പ്രീമിയം. Then payment due to the debenture holders. Last entry is the closing of the DRR after the redemption. DRR close ചെയ്യുമ്പോൾ എൻട്രിയാണ്. അപ്പോൾ ഇത്രയും 13 എൻട്രിയാണ് വരെ ആവശ്യമുള്ള എൻട്രീസ് മാത്രം എഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ദ കമ്പനി ഇസ് നോട്ട് മെയിൻറ്റെയിനിങ് ദ DRR. ഇവിടെ DRR മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നോർമലി ദർ ഇഷ്യൂവിംഗ് ദ ഡിബഞ്ചേഴ്സ്, then transferring to the investment and encashing the investment, and DRR 25% because the company is not maintaining the DRR. അപ്പോൾ 20% മാറ്റുന്നു. Then after that the redemption in the form of the par and close due to the debenture and closing of the DRR. And second question, the company is already maintained the DRR. That's a change. And the first entry, the investment point of view, then investment is encashed, and the DRR, the company is maintained because companies already maintained the DRR. So 100% amount is transferred to the debenture redemption reserve. Journal entry for the interest ആവശ്യമില്ല. Then നമുക്ക് ആവശ്യം വരുന്നത് പിന്നെ redemption entry ആണ്. The redemption in the form of the par. And the payment due to the debenture holders, the bank account to the debenture holders account to the bank account. Last one is a closing ചെയ്യുമ്പോൾ entry ആണ്. Transfer general reserve, the amount is 1 lakh. That's already calculated the amount. ഇവിടെ already amount calculate ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ amount തന്നെയാണ് നമ്മൾ ഇവിടേക്ക് എടുത്ത് സ്പെസിഫൈ ചെയ്ത് എഴുതണത്. Okay, that is a closing of the debenture redemption reserve of 1 lakh. Okay, thank you so much and thank you for watching me.